ഈ ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ചുമ്മാ അങ്ങ് കൊടുക്കണ്ടേ, ഇതുപോലുള്ള ചെറിയൊരു ബോക്സിലൊക്കെ ആക്കി കൊടുത്തതിനാൽ കുറച്ചും കൂടി ക്യൂട്ട് ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, വായോ. ഈ കാണിച്ചിരിക്കുന്ന പേപ്പർ 4 വശം 9 സെന്റിമീറ്റർ പേപ്പർ ആണ്. എന്നിട്ട് ഇതിന് 3 സെന്റിമീറ്റർ ഉള്ള 9 ബോക്സുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഇതിനെ വരച്ചിരിക്കുന്ന ഭാഗമൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മടക്കി സ്കോർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മടക്കി മടക്കി സ്കോർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഇനി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സോറി, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഇതിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൽ കട്ട് ചെയ്തതിനു ശേഷം ഇതിന് 4 കോർണറിലും ഗമ്മ തേച്ചിട്ട് ഇതിൽ കാണുന്നത് പോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ബോക്സിന്റെ ഭാഗമൊക്കെ ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിന്റെ ഭാഗം ചെയ്തെടുക്കാം. മൂടിന്റെ ഭാഗം ചെയ്യാനൊന്നും വലിയ പാടൊന്നും ഇല്ലാതെ ഇതിൽ കാണുന്നത് പോലെ 4 വശം 4 സെന്റിമീറ്റർ ഉള്ള ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കി സ്കോർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ 4 വശം കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. അങ്ങനെ കട്ട് ചെയ്ത ഭാഗത്തിന് 4 കോർണറിലും ഗമ്മ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ മൂടിന്റെ ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കൊടുത്താൽ എങ്ങനെ ശരിയാവും? ഗിഫ്റ്റ് ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ റിബണൊക്കെ വേണ്ടേ, എന്നാലല്ലേ ഒരു ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നെക്സ്റ്റ് റിബണിന്റെ കെട്ട് വരുന്ന ഭാഗം കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ അതേടെ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങളുടെ ചേട്ടനോ ചേച്ചിക്കോ അച്ഛനോ അമ്മക്കോ ആർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും ഈ ഒരു ബോക്സിൽ കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റ് ഒന്നും മറക്കണ്ട. ബൈ.